ഒരു പ്രത്യേക ഭംഗി കേട്ടോ ഈ മാങ്ങ കാണാൻ. എനിക്കിത് കട്ട് ചെയ്യാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ എടുത്ത് വെച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. അങ്ങനെ ദേ കുട്ടേട്ടൻ അതൊക്കെ കട്ട് ചെയ്തു ഞങ്ങൾ കഴിക്കാൻ കേട്ടോ. പിന്നെ ഇതൊരു രാത്രിയത്തെ വ്ളോഗാണ്. അപ്പോൾ ഞാൻ രാത്രിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെക്കാറുള്ളത്. പിന്നെ കറിയായിട്ട് പരിപ്പ് താളിക്കാമെന്നാണ് വിചാരിച്ചത്. പരിപ്പ്, തക്കാളി, പച്ചമുളക് ഇത് മാത്രം ഇട്ടിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് താളിക്കുമല്ലോ. അപ്പോൾ ചില സ്ഥലത്ത് ഇതിന് പരിപ്പ് കുത്തി കാച്ചിയത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ചില യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ ഈ കുത്തി കാച്ചിയത് എന്ന് പറഞ്ഞാൽ വേറെ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് സംഭവം ഞാൻ ഉണ്ടാക്കുന്ന ആദ്യം താളിപ്പാണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അതവിടെ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ആർക്കും തേങ്ങ അരച്ച കറീനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് താളിപ്പിൽ ഒതുക്കിയത്. പിന്നെ ഇത് സാമ്പാർ പരിപ്പല്ല കേട്ടോ. അതായത് ചെറിയ പരിപ്പല്ല, വലിയ പരിപ്പായിരുന്നു. നമ്മുടെ കടലപ്പരിപ്പില്ലേ, പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ പരിപ്പ് വടയൊന്നും ഉണ്ടാക്കാൻ എടുക്കാത്തത് കൊണ്ട് തൽക്കാലം താളിക്കാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ അതേ ആ സമയം കൊണ്ട് ഉപ്പേരിയൊക്കെ ഏകദേശം സെറ്റായി. പിന്നെ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മുളക് ചുട്ടെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പുളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചമ്മന്തി അവിടെ റെഡിയായി. പിന്നെ അത് കഴിഞ്ഞുണ്ടാക്കുന്നത് കയ്പ്പ കൊണ്ടാട്ടമാണ് കേട്ടോ. പച്ച കയ്പ്പ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് തിരുമ്മി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഉപ്പേരിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ കയ്പ്പയും റെഡി ആക്കുന്നത്. പൊതുവേ ഈ കയ്പ്പ കറി വെച്ചാലോ ഉപ്പേരി വെച്ചാലോ ഒന്നും ആർക്കും പറ്റില്ല കേട്ടോ. മക്കളാരും കഴിക്കില്ല. ഇങ്ങനെ ആക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കുമല്ലോ, അങ്ങനെ എല്ലാവർക്കും പറ്റും. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപ്പ് താളിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് ആ കയ്പ്പ് ആവുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടിട്ട് പരിപ്പ് താളിച്ചെടുത്തു കേട്ടോ. പിന്നെ അതേ ചമ്മന്തിയും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി കുക്കിംഗ് എന്നുള്ള കലാപരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് ക്ലീനിങ് ആണ് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കിച്ചണിലുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. പിന്നെ മക്കൾക്ക് വായിക്കാൻ ഇരുന്ന് കൊടുക്കണം. ഫുഡൊക്കെ എത്ര നേരത്തെ ആയിട്ടും കാര്യമില്ല കേട്ടോ. ഇവിടെ അത് കഴിക്കണം എന്നുണ്ടെങ്കിൽ 9:30-10 മണി എന്തായാലും ആവും. അങ്ങനെ ഒരു സമയത്ത് മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. അഥവാ ഇനിയിപ്പോൾ നേരത്തെ കഴിച്ചാൽ തന്നെ ആ ഒരു കിടക്കണ സമയമാകുമ്പോഴേക്കും വിശക്കണമെന്ന് പറഞ്ഞ് വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പിന്നെയും കഴിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ 9:30-10 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ പാത്രം കഴുകലും ക്ലീനിങ്ങും ഒക്കെ കൂടി കഴിയുമ്പോഴേക്കും 11 മണിയാവും. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യാറുള്ളത്. കുക്കിംഗ് കഴിഞ്ഞാൽ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ക്ലീനിങ്ങും അങ്ങോട്ട് ചെയ്ത് തീർക്കും. പിന്നെ ഫുഡ് കഴിച്ചാൽ വല്ലാതെ ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി സെറ്റാക്കിയ സമയം കൊണ്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയുള്ള ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഫുഡ് കഴിച്ച് കിടക്കാൻ പോയാലും ഞാൻ കിച്ചണിൽ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് എൻ്റെ എല്ലാ പണികളും ഞാൻ നേരത്തെ കഴിച്ച് വെക്കുന്നത്. ആ സമയം കൊണ്ട് ഇതേ റൈസ് കുക്കറിലുള്ള ചോറ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ, വെന്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്കിങ്ങനെ വാർത്ത് കുത്താൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ 1, 2, 3 തുണികളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കഞ്ഞിവെള്ളം കയ്യിലേക്ക് തെറിക്കുക, അതേപോലെ ആവി തട്ടുക, ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാനിതിൽ പെർഫെക്റ്റായി. ഇപ്പോൾ ഒരു തുണി പോലും ഞാൻ യൂസ് ചെയ്യാതെയാണ് കേട്ടോ അതൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു എന്നുള്ള ആശ്വാസത്തിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പോയപ്പോഴാണ് കേട്ടോ അടുത്ത പണി കാണുന്നത്. ആ കാണുന്ന കൊട്ടയിൽ മൊത്തം അല്ലുവിൻ്റെ ടോയ്സ് ആണ് കേട്ടോ. അത് മൊത്തം അവിടെ ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ദേഷ്യത്തിന് എന്തോ ഒരു കുറുമ്പാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ വായിക്കാനിരുന്ന അബി പെട്ടെന്ന് വന്നിട്ട് അതൊക്കെ അതിലേക്ക് തന്നെ തിരിച്ചിടുന്നുണ്ട്. കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ അല്ലുവിന് എൻ്റെ കയ്യിൽ നിന്ന് നല്ല ചീത്തയേക്കും. അപ്പം അല്ലുവിനെ ചീത്ത കേൾപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അബി തന്നെ അതൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വായനയും എഴുത്തും എല്ലാം കഴിഞ്ഞു. ഏകദേശം ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്നത്തെയും പോലെ ഫുഡ് കഴിക്കുന്ന സമയമായിട്ടോ. അപ്പോൾ എനിക്കും അല്ലുവിനുള്ള ഫുഡ് എടുക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ നമ്മുടെ കുത്തേരിച്ചോറ്, പിന്നെ മുളക് ചുട്ടരച്ച ചമ്മന്തി, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി, കയ്പ്പ കൊണ്ടാട്ടം, പിന്നെ പരിപ്പ് താളിച്ചത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഇത് നോൺ വെജ് ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ, ഓൺലി വെജിറ്റേറിയൻ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ, അല്ലെങ്കിൽ കറി ഏതാ, ഉപ്പേരി ഏതാ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.